വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലൂടെ പറയപ്പെടുന്ന എല്ലാ ദിവസവും 4 മണിക്ക് ഷോർട്ട് വീഡിയോ, വെള്ളി ഞായർ ലൈവ്, ഡെയിലി ബ്രെഡ് 6 മണിക്ക് ഇടുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ആദ്യമായിട്ടാണെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ സന്ദേശം എബ്രായ ലേഖനം 11:1 നമുക്കെല്ലാം അറിയാവുന്നൊരു വേദഭാഗമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഊഹാഭോഗമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് അല്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു തോന്നലല്ല. വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുന്നൊരു ഉറപ്പാണ്. ഈ ഉറപ്പ് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതായത് ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ആൻഡ് ഹിയറിങ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് എന്തുമാത്രം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു, എന്തുമാത്രം നാം വചനം വായിക്കുന്നു, ദൈവവുമായി കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ നമ്മളിൽ നാം അറിയാതെ ഒരു വിശ്വാസം നമുക്ക് വരും. അത് ഒരിക്കലും നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ്, അത് നോട്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലല്ല അത് അധിഷ്ഠിതമായിരിക്കുന്നത്. അത് ദൈവത്തിലുള്ള ഉറപ്പാണ്. കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളിലും ഒരു വ്യക്തി പറയുക, ദൈവം എന്നോട് കൂടെ ഉണ്ട്. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോഴും തീയുടെ നടുവിലും ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ ഈ തീയിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും എന്നൊക്കെ പറയുന്നത് വിശ്വാസം നമ്മൾ വർദ്ധിക്കുമ്പോൾ. വിശ്വാസം നമ്മൾ വരുമ്പോൾ നാം പ്രശ്നത്തെ കാണുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അവർ സർക്കംസ്റ്റാൻസസ് വി വിൽ സെറ്റ് അവർ മൈൻഡ് ഓൺ ഹിം ഹു ഈസ് എബോവ്. ഉയരത്തിലുള്ള ദൈവത്തെ നാം ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം കാണുന്നില്ലെങ്കിലും പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നു പറയും. ആ വിശ്വാസം നിങ്ങൾ നിറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പായിട്ട് വരും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതെങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുന്നറിയോ? നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് വിളിച്ചു പറയും, മറ്റുള്ളവരോട് പറയും, സാഹചര്യങ്ങളോട് പറയും. ആ ഫെയ്ത്ത് അതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും. രക്തസ്രാവമുള്ള സ്ത്രീ പറഞ്ഞ് ഞാൻ തൊങ്ങല്ലെങ്കിലത്തോട് ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ആ വിശ്വാസം നമ്മളിൽ നിറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ സൃഷ്ടിപ്പാട്ട് മാറും. നമ്മളറിയാതെ ഒരു ചെടിക്ക് വെള്ളമൊഴിച്ച് വളമൊഴിച്ച് ആ സൂര്യപ്രകാശം ലഭിച്ച് അതിനെ വേലി കെട്ടി വിളവിനായി കാത്തിരിക്കും പോലെ വിശ്വാസത്തോട് നാം പറയുന്ന വചനങ്ങൾ, വാക്കുകൾ സൃഷ്ടിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ചെറുതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ വലിയവ നമ്മളിൽ വരും. യേശു അല്പവിശ്വാസികളെന്ന് പറഞ്ഞവരെ ചെറുതാക്കിയതല്ല, അല്പം വ്യാപാരം ചെയ്യാൻ ഞാൻ എന്തുകൊണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാത സന്ദേശം ഞാനിവിടെ നിർത്തുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞു. വിശ്വാസം ഒരു തോന്നലല്ല, അത് ഉറപ്പാണ്. ദൈവം തരുന്ന വാഗ്ദത്തമാണ്, അത് ആത്മാവിൽ വരുന്ന ഉറപ്പാണ്. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.